ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് ചൊളാണ്ടിയൊക്കെ കൊണ്ടിറങ്ങിയതാട്ടോ. മുത്താരി അറിയും, മുത്താരി, റാഗി, അങ്ങനെ പലവിധ പേരുകളാണല്ലോ ഇതിന്. അപ്പോൾ ഇതൊക്കെ നല്ലോണം വെള്ളത്തിലിട്ടുങ്ങാണ്ട് കുതിർത്തുങ്ങാണ്ട് അതൊന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ ഇതുകൊണ്ടൊരു കിണ്ണത്തപ്പം ഉണ്ടാക്കാൻ. അപ്പം ഇന്ന് അംഗൻവാടിയിൽ നമുക്ക് ഒരു മത്സരമുണ്ട്, പോഷകാഹാര മത്സരം. അപ്പോൾ അതിന് പങ്കെടുക്കാൻ ഒരു പങ്കാളിയായി ഞാനും പോവുകയാണ് കേട്ടോ. അപ്പം ഓരോരോ കുട്ടികളെ രക്ഷിതാക്കൾ എന്തെങ്കിലും ഓരോരോ ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവരിക, അത് പോഷകങ്ങൾ അടങ്ങിയതാവണം. അപ്പോൾ അതൊക്കെ നല്ലോണം അരച്ചിട്ട് പാത്രത്തിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ പോഷകങ്ങൾ അടങ്ങിയതെന്ന് പറഞ്ഞാൽ ഞാനിന്ന് ഒരു തോരനും ഉണ്ടാക്കി കൊണ്ടുകൊണ്ട് പത്തില വെച്ചങ്ങാണ്ട് ഒരു തോരനും അതേപോലെ കിണ്ണത്തപ്പട്ടോ. എനിക്ക് 2 കുട്ടികളാണല്ലോ, ഇരട്ടാളല്ലേ. അപ്പോൾ അവർക്ക് ഓരോന്നാക്കിങ്ങാണ്ട് അങ്ങനെ രണ്ടെണ്ണം ഞാൻ ഉണ്ടാക്കിയേക്കണം. ഓരോരുത്തർ ഓരോന്നാണല്ലോ ഉണ്ടാക്കൽ. അപ്പോൾ അതൊക്കെ ഞാൻ ഒരു കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തേക്കണം. പിന്നെ പാകത്തിന് മധുരത്തിന് ശർക്കരപ്പാനി ഉണ്ടല്ലോ, അതും ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത്. അപ്പോൾ ഈ ചൂടുള്ള ശർക്കരപ്പാനി ഇതൊക്കെ ഒഴിക്കുമ്പോൾ ഇങ്ങനെ കട്ട കെട്ടും. അപ്പോൾ അത് ഇല്ലാതെക്കാൻ വേണ്ടിക്കാണ്ട് നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് വേണം അത് അരച്ചെടുക്കാൻ. അപ്പോൾ ഇത് നമ്മൾ ചൊളാണ്ടി മുത്താരി ഉണ്ടല്ലോ, അതിങ്ങനെ അരക്കുമ്പോൾ അതിൻ്റെ തവിടൊക്കെ അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഉണ്ടാവും. അപ്പം കുറച്ച് തവിട് അതിൽ നിന്നോട്ടെ, നല്ലതാണല്ലോ. അപ്പം കുറച്ച് നമുക്ക് അരിച്ച് മാറ്റാം. അപ്പോൾ ആകെ 3 ചേരുവ കൊണ്ടാട്ടം അത് ഉണ്ടാക്കണത്. അപ്പം ചിലവ് കുറഞ്ഞതും ആവണം, അതേപോലെ ഇൻഗ്രീഡിയൻസ് കുറവാവും വേണം, അതേപോലെ നല്ല കോസ്റ്റി ആയ ഐറ്റംസ് ഒന്നും പാടില്ല, അങ്ങനെയൊക്കെ ടീച്ചർ പറഞ്ഞേനി. അപ്പം അങ്ങനെ ഞാൻ നോക്കിയിട്ട് എനിക്ക് തോന്നി ഇങ്ങനെ അത് 3 ഐറ്റംസ് മാത്രം വെച്ചിട്ടാണല്ലോ. പിന്നെ ഇല വെച്ചങ്ങാണ്ട് തോരനാകുമ്പം അതും തന്നെ വല്ലാതെ ചിലവില്ലാത്ത കാര്യങ്ങളാണല്ലോ. അപ്പോൾ അത് രണ്ടും ഉണ്ടാക്കി കൊണ്ടുപോകാമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ നമ്മളെ പഞ്ചായത്ത് മത്സരത്തിൽ ആ ഇല വെച്ചങ്ങാണ്ട് തോരനാണ് എനിക്ക് ഫസ്റ്റ് കിട്ടിയത്. അപ്പോൾ ആ റെസിപ്പി 21 ഇല വെച്ചങ്ങാണ്ട് ഇത് 10 ഇല കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ 10 ഇല തോരനാക്കി. അങ്ങനെ ഒന്ന് ആദൂനും ഒന്ന് ആദിക്കും കണ്ടുങ്ങാണ്ട് അങ്ങനെ ഉണ്ടാക്കി. പിന്നെ അത് നല്ലോണം അരിച്ചെടുത്തിട്ട് നമുക്ക് സ്റ്റൗവിൽ വെച്ചങ്ങാണ്ട് ഇങ്ങനെ കുറുക്കിയെടുക്കുക. പിന്നെ ഞാൻ മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തേക്കണം കേട്ടോ. ഞാനത് കൈയെടുക്കാതെ മിക്സ് ചെയ്തുകൊണ്ടേ നിൽക്കുക. അപ്പോൾ കണ്ടോ അങ്ങനെ കുറുകി വരും കേട്ടോ. അപ്പോൾ വെള്ളം പോരാൻ തോന്നുകയാണെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെത് കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ടേസ്റ്റിന് വേണ്ടിങ്ങാണ്ട് നെയ്യ്, ഇത് നിർബന്ധമുള്ള കാര്യമില്ല, കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തേക്കണം. എന്നിട്ട് ഞാൻ നല്ലൊരു 2 പാത്രം എടുത്താണ്. ഒന്ന് കേക്കിൻ്റെ മോൾഡാണ്, ഒന്ന് വേറൊരു പാത്രമാണ്. അപ്പോൾ 2 പാത്രത്തിലാക്കി സെറ്റ് ചെയ്യുക വിചാരിച്ചു. ഒന്ന് നമ്മളെ മക്കൾക്ക് ഇവിടെ കൊടുക്കും ചെയ്യാതെ, ഒന്ന് അംഗൻവാടിക്ക് കൊണ്ടും പോവാം. അപ്പോൾ ഞാൻ അടിയിൽ കുറച്ച് നട്ട്സും, അത് നിർബന്ധമുള്ള കാര്യമല്ല അതും ഇട്ടോ, നട്ട്സും അതേപോലെ നമ്മളെ വൈറ്റ് എള്ളുണ്ടല്ലോ അതും ഇട്ട് കൊടുത്തുകൊണ്ട് അങ്ങനെ 2 മോൾഡിലായിട്ട് പകുതിയായിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുത്ത്. പിന്നെ ഇത് 2 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഈ പാത്രത്തിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഫ്രിഡ്ജിക്കൊന്നും മാറ്റി വെക്കണ്ട, അപ്പുറത്ത് തന്നെ വെച്ചാൽ മതി. അങ്ങനെ രണ്ടും ഒന്നിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്കൊന്ന് അടച്ചുകൊണ്ട് ഇനി മാറ്റി വെക്കാം. അപ്പോൾ എന്താ പറയുക, നമ്മളെ റാഗി കിണ്ണത്തപ്പം റെഡി ആയിട്ടോ. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കിയെടുക്കാം. തോരന് തൊടു കൂടെ നടന്നുകൊണ്ട് 10 ഇല സംഘടിപ്പിച്ചിരിക്കണം കേട്ടോ. അയലോക്കത്തിൽ കൂടെയും വെല്ലോട്ട് കൂടെയും പോയിക്കണേ. അപ്പോൾ മഴ കാരണേ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല പറിക്കണതൊന്നും. അപ്പോൾ ഈ 10 ഇല വെച്ചങ്ങാണ്ട് 10 ഇല നല്ലോണം കഴുകിയിട്ട് അരിഞ്ഞെടുത്തു. അപ്പോൾ ഇതിൽ ചേമ്പിലുണ്ട്, അതേപോലെ പേരക്കൻ്റെ ഇല ഉണ്ട്, പിന്നെ നമ്മളെ പ്രഷർ ചീര ഉണ്ടല്ലോ, ഇംഗ്ലീഷ് ചീര, പിന്നെ പയറിൻ്റെ ഇല, അതേപോലെ എന്താ പറയുക, പിന്നെ ഇപ്പോൾ ചീര, പിന്നെ മുരിങ്ങ, തഴുതാമ, അതേപോലെ നമ്മളെ എന്താ വേറൊരു തക്കാളി ചീര ഇറങ്ങാണ്ടൊരു ചീര ഉണ്ട്, തക്കാളി വഴുതനങ്ങ, അതേപോലെ കഞ്ഞിത്തൂവ, അങ്ങനെ 10 ഇല ഉണ്ട്. അതേപോലെ മുളകിലല്ലേ, മുളകിൻ്റെ കാന്താരിൻ്റെ ഇല, അങ്ങനെയൊക്കെ പാടെ ഇട്ടുങ്ങാണ്ട് നല്ലോണം അതൊക്കെ കുറച്ചീച്ചിട്ടോ ഓരോരോ പിടി എടുത്തുങ്ങാണ്ടാണ് ഈ അരിഞ്ഞുങ്ങാണ്ട് ചെറുതാക്കി അരിഞ്ഞുങ്ങാണ്ട് ചട്ടടുപ്പത്ത് വെച്ചുങ്ങാണ്ട് അയക്കൊണ്ട് ഇട്ട് കൊടുത്ത്. പിന്നെ ഞാൻ കുറച്ച് കാന്താരും ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതും ഇട്ടുങ്ങാണ്ട് കുറച്ച് തേങ്ങ, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുങ്ങാണ്ട് അങ്ങനെ അതും ചതച്ചെടുത്ത്. പിന്നെ അതും ഇട്ടെടുത്തുങ്ങാണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു. അങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ ഇളക്കിയേക്കുക കേട്ടോ. പിന്നെ അധികം നമ്മൾ അടച്ച് വെച്ചുങ്ങാണ്ട് അങ്ങനെ വേവിച്ചിട്ടില്ല. അധികം വെന്താൽ നമ്മളെ ഈ ഇതിലുള്ള പോഷകങ്ങളൊക്കെ മാറും ചെയ്യും, അതേപോലെ ഉപ്പേരിൻ്റെ ടേസ്റ്റും മാറും. അങ്ങനെ അതും സെറ്റായിട്ടോ. ഇനി നമ്മളെ കിണ്ണത്തപ്പം നമ്മളെ പാത്രത്തിൽ നിന്ന് ഇപ്പോൾ അംഗൻവാടിക്ക് പോകാൻ ടൈമായിട്ടോ. അപ്പം ഇനി പോകാൻ ഒരുങ്ങിയിരിക്കണം. അപ്പം ഇനി പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കുക കിണ്ണത്തപ്പം. അങ്ങനെ പിന്നെ ഞാനൊരു പാത്രത്തേക്ക് അത് തട്ടി കൊടുത്തു. കണ്ടോ ഇങ്ങനെ ഇട്ട് നമ്മളെ കിണ്ണത്തപ്പം. അപ്പോൾ ഞങ്ങൾ ഡിസ്പ്ലേ വെക്കാനുള്ള സംഭവങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് ഞങ്ങൾ അംഗൻവാടിക്ക് പോവുകയാണ്. 2 മണിക്കാണ് പരിപാടി പറഞ്ഞത്. അപ്പം ഇതൊന്നും സ്കൂൾക്കൊന്നും പോയിട്ടില്ല, ആർട്സാണ് സ്പോർട്സാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓൻ്റെ കാലിന് സുഖമല്ല, അപ്പോൾ ഓടാൻ കഴിയൂല, കാലിനൊരു മുറിവൊക്കെ ഉണ്ടായിട്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് സ്കൂളിൽ ലീവാണ്. അപ്പോൾ എൻ്റെ കൂടെ അങ്ങനെ പോയി നിൽക്കണം. നടക്കാനൊന്നും ഒന്ന് വയ്യാവും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എൻ്റെ ബാക്കിൽ പോരുകയാണ്.
ഇത് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള സ്കൂളാണ് കേട്ടോ, ഇംഗ്ലീഷ് മീഡിയം. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതേപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം. അപ്പോൾ അവിടെ ചെന്ന് നോക്കിയപ്പം പലവിധം ഐറ്റംസുകൾ ഓരോ രക്ഷിതാക്കൾ കൊണ്ടുവന്നിരിക്കണം കേട്ടോ. അപ്പോൾ മണ്ണിൻ്റെ പാത്രത്തിലുള്ളതാണ് നമ്മളത്. അപ്പം അങ്ങനെ ഇതാണ് കേട്ടോ നമ്മളെ ഒരു വിഭവം, കിണ്ണത്തപ്പം മൺപാത്രത്തിൽ വെച്ചത്. എല്ലാവരും വെറൈറ്റി വിഭവങ്ങൾ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. മുരിങ്ങ കൊണ്ട് വേറൊരു തോരനുണ്ട്, അതേപോലെ എന്താ പറയുക ഉണ്ടല്ലോ നമ്മളെ നട്സൊക്കെ വെച്ചുകൊണ്ട്, അങ്ങനെ റാഗി അട, അതേപോലെ അരിയുണ്ട, അങ്ങനെ പലവിധ വെറൈറ്റി സംഭവങ്ങൾ. എനിക്കെന്താ പറയുക, ഇതൊക്കെ കാണുന്നത് ഇതിലൊക്കെ പങ്കെടുക്കുന്നതും ഫസ്റ്റും സെക്കൻഡും അല്ല കേട്ടോ നമുക്ക് മുഖ്യം. നമുക്കിതിൽ പങ്കെടുക്കുന്നത് ഒരു ഇഷ്ടമാണല്ലോ. അപ്പോൾ ഞാനിങ്ങനെ മത്സരമൊക്കെ ഉണ്ടെങ്കിൽ ഞാനത് ഒഴിവാക്കല്ല, ഞാൻ എല്ലാത്തിലും പങ്കെടുക്കലുണ്ട്. അപ്പോൾ കണ്ട റാഗി അട, അതേപോലെ ഉണ്ട അട, ഇത് മുരിങ്ങയും പരിപ്പും വെച്ചുകൊണ്ട് ഒരു തോരനാണ്. ഇത് പിന്നെ നമ്മളെ പത്തിലത്തോരൻ കേട്ടോ. ഇത് വേറൊരു ഉണ്ട, ഇത് നമ്മളെ സംഭവം, ഇത് വേറെ റാഗി കൊണ്ട് തന്നെ തോന്നണത്. അങ്ങനെ പലവിധ ഐറ്റംസ്. അപ്പോൾ ഒന്ന് നമ്മളെ രണ്ടാം പാടത്തെ ആശാ വർക്കറാണ് കേട്ടോ നടുവിൽ നിൽക്കുന്നത്. അപ്പം ഇനി ഫുഡ് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാണ്. അപ്പം ആര് ഫസ്റ്റ് തിരഞ്ഞെടുക്കുന്നുള്ള ആകാംക്ഷയോട് കൂടിയാണ് കേട്ടോ എല്ലാവരും നിൽക്കുന്നത്. പിന്നെ അവർക്ക് ലാസ്റ്റ് നല്ല കൺഫ്യൂഷനായിട്ടോ ആർക്ക് ഫസ്റ്റും സെക്കൻഡും കൊടുക്കുന്നുള്ള ലെവലിലെത്തി. കാരണം ഒന്നൊന്നിന് മെച്ചപ്പെട്ടതാണ് ഓരോരോ വിഭവങ്ങളും. ഇവിടെ പിന്നെ നമ്മളവിടുത്തെ രക്ഷിതാക്കൾ മാത്രമേ ഉള്ളൂ. പഞ്ചായത്തിൽ അങ്ങനെയല്ലേ, ഇനി പലവിധ അംഗൻവാടിയിൽ നിന്നും 26 അംഗൻവാടിയിൽ നിന്നുള്ള രക്ഷിതാക്കളേനി. അപ്പോൾ അതിൻ്റെ വീഡിയോ അതിൽ നമ്മൾ ഫസ്റ്റ് മേടിച്ചിരിക്കണത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നൊന്ന് അപ്ലോഡ് ചെയ്തിരിക്കണത്. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെന്ന് കണ്ടു നോക്കണ്ടേ. നമ്മളെപ്പോഴത്തെ തലമുറ, ഇപ്പോഴത്തെ നമ്മളെ മക്കളൊക്കെ ഇങ്ങനത്തെ വിഭവങ്ങളൊന്നും, നമ്മളെ പോഷകങ്ങൾ അടങ്ങിയൊന്നും നമ്മൾ മക്കൾ കഴിക്കണില്ലല്ലോ. അപ്പോൾ ഓൽക്ക് മന്തിയായിട്ടും അതേപോലെ അൽഫാമായിട്ടും ബ്രോസ്റ്റായിട്ടും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മതിയല്ലോ. അതാവുമ്പോൾ അവർ നല്ലോണം കഴിക്കും ചെയ്യും. ഇതാവുമ്പോൾ അവർക്ക് വേണ്ട തന്നെ. അപ്പോൾ ഇങ്ങനത്തെ പോഷകങ്ങൾ അടങ്ങിയതൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ അവരിങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ട് പറയേനി. പണ്ടുള്ള ആൾക്കാരൊക്കെ വെറും കഞ്ഞിയും അതേപോലെ പടുകൂട്ടാനൊക്കെ കുടിച്ചുകൊണ്ട് അങ്ങനെ വളർന്ന ആൾക്കാരാണല്ലോ. ഇപ്പം പിന്നെ രോഗം നല്ലോണം വർദ്ധിച്ചും ചെയ്തു ഇങ്ങനത്തെ ഫാസ്റ്റ് ഫുഡ് വന്ന കാരണം. അപ്പോൾ എന്തിനു പറയണേ, അതിനെക്കുറിച്ചുള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിനി. അപ്പോൾ ആദ്യമൊക്കെ ഓരോരോ പിത്തനയും കാട്ടി ഇങ്ങനെ നടക്കുന്നുണ്ട് അതിൽ. അപ്പോൾ അതിങ്ങനെ ഓരോരോ ഐറ്റംസൊക്കെ കാണുമ്പോൾ അതിലൊക്കെ ഒന്ന് പോയി നോക്കുന്നുണ്ട്, എത്തിപ്പാളിയൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അവനതിൽ പഴം കണ്ടിരിക്കണം. അപ്പോൾ ബനാന വേണമെന്ന് പറഞ്ഞുകൊണ്ട് കരയാണ്. ഫുഡൊക്കെ എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കി. പിന്നെ നമ്മൾ അമ്മമാരൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഫസ്റ്റും സെക്കൻഡും തേർഡും ട്രോഫിയാണ്. പിന്നെ പങ്കെടുത്ത എല്ലാ അമ്മമാർക്കും ഓരോ സമ്മാനം അതും വേറെ ഉണ്ട് കേട്ടോ. നമ്മളെന്തൊരു പരിപാടിയൊക്കെ കൂടുകയാണെങ്കിലും അതിൽ ഫസ്റ്റും സെക്കൻഡും കിട്ടണതല്ലല്ലോ കാര്യം, അതിൽ പങ്കെടുക്കുക എന്നുള്ളതല്ലേ. അപ്പോൾ ഏതായാലും എല്ലാവരും നല്ല ആകാംക്ഷയിൽ കാത്തിരിക്കുകയാണ്. എനിക്ക് പറയാനുള്ള എന്താ പറയുക, എന്തൊരു മത്സരങ്ങൾ ഇനിയിപ്പോൾ നമ്മളെവിടെ ഉണ്ടെങ്കിലും അതിലൊക്കെ പങ്കെടുക്കുക. അപ്പോൾ അതിനൊക്കെ മാറി നിൽക്കുമല്ലോ, പിന്മാറി നിൽക്കുമല്ലോ. ഞാൻ തോൽക്കും, ഞാനില്ല എന്നുള്ള അങ്ങനെ ചെയ്യരുത്. അപ്പോൾ എല്ലാവരും പങ്കെടുക്കുക. ജയം തോൽവിയല്ല മുഖ്യം, അതിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് മുഖ്യം. അനൗൺസ് ചെയ്യാൻ പോവാണ് എല്ലാരും. ഞാൻ അതിന് മുന്നേ ഞാനൊന്ന് പറയട്ടെ, ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മളെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തേക്കുള്ള നല്ല സംഭവങ്ങളാണ്. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ രീതിയിൽ നമ്മളെ കുട്ടികളിലേക്ക് പരീക്ഷിച്ച് വിജയിക്കുന്ന ഒരു ഉറപ്പ് തന്നെയാണ് അല്ലേ. അപ്പൊ നമ്മളൊന്ന് ഇന്നെടുത്ത മെനക്കെടല് എപ്പോഴെങ്കിലും ഒന്ന് ചെയ്യാം, വീട്ടിലൊന്ന് ചെയ്യാം, കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കാം. ഇതിനൊന്ന് വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ അതിന്റെ പേപ്പറുകൾ നിങ്ങൾ ഫോട്ടോ എടുത്ത് കൊണ്ടുപോയിട്ട് അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം. എല്ലാം നമ്മള് അല്ലേ അതെയാണ് അതിന്റെ വിജയം. ദോശ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കുട്ടികളെ അതേപോലെ ഒരു വെറൈറ്റികൾ നമ്മളിപ്പോ കണ്ടില്ലേ, അതാണ് ഇതിന്റെ ഉദ്ദേശം. അതെ അതെ അതെ, ശരിക്കും ബുദ്ധിമുട്ടി. അതോടെ പത്തിലത്തോരനാണ്. പിന്നെ സെക്കൻഡ് പേരൊന്നുമില്ല കേട്ടോ, സാധനത്തിന് പേരൊന്നുമില്ല. നമ്പർ 7 ആയിരുന്നു. ആ റാഗി ഓർഡർ ചെയ്തിട്ട്
അതാണ് അതിന്റെ രസം. അതാണ് പിന്നെ തേര് അവലുകൊണ്ട് ഉണ്ടാക്കി അതിന് പേരിടാൻ മറന്നുപോയി അവള്. പേരൊന്നുമില്ല. അങ്ങനെയൊക്കെ വെച്ച് നോക്കിയിട്ടൊക്കെ കേട്ടോ. അവിലും നിലക്കടലേ ഇഷ്ടപ്പെട്ട സാധനം തന്നെയാണ്. പിന്നെ ഒരു അട ഉണ്ടായിരുന്നല്ലോ. നല്ല ടേസ്റ്റ്. റാഗിയുടെ ഇവിടെ അടിപൊളിയാണ്. അങ്ങനെ ഫസ്റ്റും സെക്കൻഡൊക്കെ തിരഞ്ഞെടുത്തു. ഫസ്റ്റ് നമുക്ക് കിട്ടിയിട്ടോ, നമ്മളെ പത്തിലത്തോരന് ഫസ്റ്റ് കിട്ടി. അപ്പം പ്രതീക്ഷിക്കാത്ത സമ്മാനമാണ്. അപ്പം അതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഓരോരോ സമ്മാനം വേറെയും കൊടുത്തേക്കണം കേട്ടോ. അപ്പം ഇന്നത്തെ വിശേഷം ഇവിടെ വെച്ചാൽ വൈൻഡപ്പ് ചെയ്താലോ. അപ്പം മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.